നാം ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിന്റെ വിജയമാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കുക, ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ ജീവിതം ഏറ്റവും സുന്ദരമായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 7 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്കറിയാം, സ്ത്രീകളുടെയും പുരുഷന്റെയും ആഗ്രഹങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ള അതേ കാര്യങ്ങളാവണം എന്നില്ല സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് എന്താണ് ഇഷ്ടം മനസ്സിലാക്കി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനും നമുക്ക് എന്ത് ചെയ്യും, അത് സഹായിക്കും എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. നല്ലൊരു കേൾവിക്കാരനാവുക. പലപ്പോഴും ആളുകൾക്ക് പറ്റാത്തതും അതാണ്. കുറച്ചു പേരെ കേൾക്കുമ്പോഴത്തേനും മറ്റുള്ള ശ്രദ്ധയിലേക്ക് പോകുമ്പോഴൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒന്ന് മനസ്സ് തുറന്ന് കേൾക്കാൻ അവർക്ക് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ആളുകൾക്ക് പറ്റാത്ത അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. സുരക്ഷിത ബോധം അല്ലെങ്കിൽ സുരക്ഷിതത്വം ഭർത്താവിന്റെ അടുത്ത് അല്ലെങ്കിൽ ആണുങ്ങളുടെ അടുത്ത് സ്ത്രീകൾക്ക് ഏറ്റവും ആഗ്രഹിക്കുന്നവരാണ്. അല്ലാതെ അവർ വലിയ വീടോ ബംഗ്ലാവോ കാറൊന്നും ആയിരിക്കണം എന്നില്ല പലപ്പോഴും ആദ്യം ആഗ്രഹിക്കുന്നത്. കാരണം ഭർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ സുരക്ഷിതമാണ്, എനിക്ക് ലോകത്തിൽ എന്തും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തോന്നലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതായിരിക്കും നിങ്ങൾക്ക് അവർ കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം. നിങ്ങൾ സുരക്ഷിതത്വമാണ്. മൂന്നാമത്തെ കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലവ് ആൻഡ് കെയർ. ഓക്കെ, ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, അവരോടുള്ള സ്നേഹം. നമ്മളെന്താണ് കണ്ടീഷൻ ഇല്ലാത്ത അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും കെയറിങ്ങുമാണ് എന്ത് ചെയ്യുന്നത് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളതാണ്. സ്നേഹം മനസ്സിലുണ്ടായാൽ മാത്രം പോരാ, പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ കുട്ടികളോടൊക്കെ പാരന്റിങ് പറയുന്ന പ്രശ്നം പ്രത്യേകം പറയുന്നതാണ്. സ്നേഹം മനസ്സിൽ വെച്ചൊരു കാര്യം അത് തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റണം. സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളവരെ അറിയണം. അവരിഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ സ്നേഹിക്കുക, കെയർ ചെയ്യുക. അവർക്കൊരു വിഷമം വരുന്ന സമയത്തോ അസുഖം വരുന്ന സമയത്തോ അവരെ ഏറ്റവും നന്നായിട്ട് നമുക്ക് പരിപാലിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അവരെ അടുത്ത് നിന്നുകൊണ്ട് സമാധാനിപ്പിക്കാൻ ഒരു കെയറിങ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ്. ജീവിതത്തിൽ എന്ത് ചെയ്യും, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നതിലേക്ക് എത്തിക്കുന്നതാണ് അവരുടെ കൊടുക്കുന്ന കെയറിങ്. നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ആളുകളും മറന്നു പോകുന്ന ഒരു സംഗതിയാണ് അപ്രീഷിയേറ്റ് ചെയ്യുക, അഭിനന്ദിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സ്ത്രീകൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറ്റം കണ്ടെത്തി അതിനെ കുറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാരെ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അവരെ അഭിനന്ദിക്കാൻ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അഭിനന്ദനം ഏതൊരാളും, സ്ത്രീ എന്നുള്ളതല്ല, ഏത് കുട്ടികളായാലും വലിയവരായാലും ഒക്കെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അത് അടിപൊളിയായി. വളരെ എക്സാമ്പിൾ ആയിട്ട് വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാകുമ്പോൾ അന്ന് അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണെന്ന് നിങ്ങൾ ഒരു ദിവസം പറഞ്ഞു നോക്ക്, നിങ്ങൾക്ക് അതിലേറെ അടിപൊളിയായിട്ട് നാളെ ഉണ്ടാക്കി തരാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുന്നതാണ്. ക്ലീൻ ആക്കി ഏറ്റവും നല്ല അടിപൊളി റൂം ഏറ്റവും ക്ലീൻ ആക്കി അടുക്കി വെച്ചത് കണ്ടു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് പറയാൻ നിൽക്കരുത്, എന്താ ഇന്ന് വളരെ മാറ്റം ഉണ്ടല്ലോ ചോദിക്കേണ്ട അവസ്ഥേനെ മുന്നേ തന്നെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് അവരിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കാനോ അത് ജീവിതം ഏറ്റവും നല്ല ഭംഗിയാവാൻ എന്ത് ചെയ്യും, നമ്മളെ സഹായിക്കുന്നതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരിഷ്ടപ്പെടാത്തൊരു കാര്യമാണ് കുറ്റവും കുറവും. ശരീരത്തിലുള്ള കുറ്റവും കുറവും കണ്ടെത്തി എപ്പോഴും അവരെന്ത് ചെയ്യുക, കുറ്റം പറയുക എന്നുള്ളതാണ്. അവരെന്ന് മാത്രമല്ല ആരും ആഗ്രഹിക്കാത്തതാണ് കേട്ടോ. അതോ നമ്മളെ കുറവുകൾ കണ്ടെത്തിക്കൊണ്ട് അത് പറഞ്ഞ് കളറില്ലല്ലോ, ഹൈറ്റ് ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇതില്ലല്ലോ അതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റങ്ങൾ കണ്ടെത്തി കുറ്റപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ആരും ഇഷ്ടപ്പെടാത്ത സംഗതിയാണ്. അപ്പം കുറ്റങ്ങൾ ചിലപ്പം അത് ജന്മന നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അത് പ്രത്യേകിച്ച് നിങ്ങളൊരു കുറ്റം പറഞ്ഞതുകൊണ്ട് ഒരിക്കലും മാറ്റം വരാനും പോകുന്നില്ല. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ആരെയും എന്ത് ചെയ്യുക, വേദനിപ്പിക്കാതിരിക്കുക. അത് സ്ത്രീകൾ പ്രത്യേകിച്ച് എന്തില്ല, അവർ ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയാണ് കുറ്റപ്പെടുത്തുക, ശരീരത്തിന്റെ കുറവുകൾ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരും ഇഷ്ടപ്പെടാത്ത സംഗതിയാണ് താരതമ്യം ചെയ്യാം. ഇപ്പൊ ഓരോരുത്തരും യുണീക്കാണ്. അപ്പൊ മറ്റുള്ള ഒരാളായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഇനി അവളെ കണ്ടു പഠിക്കുക അല്ലെങ്കിൽ ഇവരെ കണ്ടു പഠിക്കുക എന്ന് പറഞ്ഞ രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ആരും ഇഷ്ടപ്പെടില്ല. ഇപ്പൊ ഒരു ഭർത്താവിനെ നാളെ വന്നിട്ട് ഭാര്യ വരാണ്, നിങ്ങൾ ഇന്ന വീട്ടിലെ ഭർത്താവിനെ കണ്ടു പഠിക്കുക, മൂപ്പരെന്ത് ഉഷാറാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല, സ്വാഭാവികമാണ്. അതേപോലെ സ്ത്രീകൾ ഒരിക്കലും താരതമ്യപ്പെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് അവരെന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം എല്ലാവരും ഡിഫറെന്റ് ആണ്, താരതമ്യം ചെയ്യാനേ പാടില്ല. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ മറ്റൊരു പല വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് അതിനെന്ത് ചെയ്യുന്നുണ്ട്, ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ കണ്ടു പഠിക്കുന്ന പറയുമ്പോൾ അവരെ കണ്ടുപഠിച്ച് ഉഷാറാവുന്നൊരിക്കലും പ്രതീക്ഷിക്കരുത്. അവ താരതമ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് കണക്ക് പറയുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ പിണക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങളോ ചെയ്തു കൊടുത്ത കാര്യങ്ങളോ കണക്ക് പറഞ്ഞ്
ഇങ്ങനെ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരിക്കലും ആരും ഇഷ്ടപ്പെടാത്തതാണ്. സീരിയസ് ആയിട്ട് നമ്മളത് കണക്ക് പറയുമ്പോൾ ആരും പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ത് ചെയ്യുന്നില്ല, അത്തരത്തിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളാണ് പറഞ്ഞത്. കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വൃത്തി സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. കൂടാതെ ഉറച്ച തീരുമാനം എടുക്കുന്ന പുരുഷന്മാരെ എപ്പോഴും അവർക്ക് ഇഷ്ടമാണ്. പരസ്ത്രീ ബന്ധം ഒരിക്കലും അവർ ആഗ്രഹിക്കാത്തതാണ്. മറ്റുള്ള സ്ത്രീകളായിട്ട് കൂട്ടുകൂടുന്നതും പോകുന്നതും കാര്യങ്ങൾ ഒരിക്കലും അവർ ഇഷ്ടപ്പെടാത്ത സംഗതികളാണ്. അതുപോലെ തന്നെ ഉപദ്രവിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഒരിക്കലും അവരെ ഏറ്റവും സ്ത്രീകളെ പറഞ്ഞ് നന്നാക്കി മനസ്സിലാക്കി നന്നാക്കാനേ പറ്റില്ല. അല്ലെങ്കിൽ ഉപദ്രവിച്ച് വേദനിപ്പിച്ചാണ് നന്നാക്കാൻ കഴിയുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇത്തരത്തിൽ അത് കൂടാതെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ 7 കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് ഇത് നൽകേണ്ട കാര്യങ്ങൾ നൽകുന്നുണ്ടെന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നും എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം ഏറ്റവും സുന്ദരമാവും, സന്തോഷമാവും. എല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ള ജീവിതം തന്നെ ലഭിക്കട്ടെ. അപ്പോൾ നമുക്കൊരു മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും ബൈ.